ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ചധികം യൂണീക്കായിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയ ആണ് പറയാൻ പോകുന്നത്. 3D പ്രിൻറ്റിംഗ് മെഷീൻ, അതായത് ഈ 3D മിനിയേച്ചേഴ്സും അതുപോലെ തന്നെ മൊബൈൽ കേസസും കീ ചെയിൻസും നമുക്ക് എന്താണ് യൂണീക്കായിട്ടുള്ള എനിമൽസ്, നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കുറച്ച് യൂണീക്കായിട്ടുള്ള ഐഡിയകൾ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ 3D മെഷീൻസ് ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം ക്രാഫ്റ്റുകളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാവരും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു 3D മിനിയേച്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഏകദേശം 4000 തൊട്ട് 6000 രൂപ വരെ ചാർജ് ചെയ്യാൻ പറ്റും. ഒരു 4 ഇഞ്ച് 3 ഇഞ്ചിൻ്റെ ഒക്കെ 3D മിനിയേച്ചർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 രൂപ ഏറ്റവും കുറഞ്ഞത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം പെർ ഡേ നമുക്ക് 4 പീസ് ഉണ്ടായാലും മതി 20,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ദിവസം നമുക്ക് 4 ഓർഡേഴ്സ് കിട്ടിയാലും മതി നമുക്കൊരു മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ ഈസി ആയിട്ട് വരുമാനം ഉണ്ടാക്കാം അല്ലേ. നമ്മുടെ കുറച്ച് ക്രിയേറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ എല്ലാം വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം നമുക്ക് യൂസ്ഫുൾ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ യൂസ് ചെയ്ത് ഇതിനൊരു മാർക്കറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ 3D മെഷീൻ പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല. അപ്പോൾ അത് എല്ലാവരും മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ യൂണീക്ക് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.